ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി കാണാം. ഇത് നിങ്ങൾക്ക് ഡിന്നർ ടൈമിലും കഴിക്കാവുന്നതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലും കഴിക്കാവുന്നതാണ്. അവക്കാഡോയും പിന്നെ വേവിച്ച കടലയും കുറച്ച് നിലക്കടലയും വെച്ചിട്ടുള്ള ഒരു സാലഡാണ് ഇത്. ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1 കപ്പ് വെള്ളക്കടല 8 മുതൽ 10 മണിക്കൂർ വരെ കുതിർത്ത ശേഷം ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് നിലക്കടല 2 ടേബിൾ സ്പൂൺ, വറുത്തതും എടുക്കാം വേവിച്ചതും എടുക്കാം. പിന്നെ അവക്കാഡോ, ഈ കാണുന്നത് നന്നായിട്ട് പഴുത്തിട്ടുള്ള അവക്കാഡോ ആണ്. ഞാൻ അരിച്ചാക്കിനകത്ത് വെച്ച് പഴുപ്പിച്ചെടുത്തത് കൊണ്ടാണ് തൊലി ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഡാർക്ക് ഗ്രീൻ കളറിലാണ് അതിൻ്റെ തൊലി ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത അവക്കാഡോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു കയ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ തൊലി നമ്മൾ പൊളിച്ച് മാറ്റാം. തൊലി മാറ്റിയ ശേഷം നമുക്ക് ഈ ഫ്രൂട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാത്തത്. അതുപോലെ അധികം ഷാർപ്പ് അല്ലാത്തൊരു കത്തിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു സീഡ് ഉണ്ടാവും. ഈ സീഡ് നിങ്ങൾക്ക് നട്ട് വെക്കാം, അല്ലെങ്കിൽ മാറ്റി കളയുകയും ചെയ്യാം. അപ്പോൾ സീഡ് മാറ്റിയ ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെക്കുമ്പോൾ അതിൽ മുഴുവൻ ഇങ്ങനെ സ്പ്രെഡ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ വളരെ സാവധാനം കെയർഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കത്തി വെച്ച് വളരെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ അവക്കാഡോ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കടലയും ഇവിടെ വേവിച്ചത് റെഡിയാണ്, നിലക്കടലയും റെഡിയാണ്. ഇനി നമുക്ക് ഈ സാലഡിന് ഒരു ഡ്രസ്സിങ് പ്രിപ്പയർ ചെയ്യാം. ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ അതിന് ഫ്ലേവറും ഒരു നല്ലൊരു ലുക്കും കൊടുക്കുന്ന ഒരു മിക്സാണ്. ഓയിലും ലെമൺ ജ്യൂസും പിന്നെ ആവശ്യമുള്ള സ്പൈസസ് ഇട്ടിട്ടുള്ള ഒരു മിക്സാണ് ഡ്രസ്സിങ്. അപ്പോൾ ഞാനിവിടെ 1/4 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ പെപ്പർ പൊടിയും ഒരു 1/2 ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതും പിന്നെ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ. നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ സാലഡിന് ശരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം, തെറ്റില്ല. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടില്ല. ഒലിവ് ഓയിൽ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്യാം. അത്രേ ഉള്ളൂ. സാലഡിന് വേറെ ഒന്നും കുക്കിംഗ് പണിയൊന്നുമില്ല. ഈ കടല വേവിച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. കടല ഇട്ടു, അവക്കാഡോ ഇട്ടു, നിലക്കടല ഇട്ടു. ഇനി നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന പെപ്പറും ഉപ്പും ഒലിവ് ഓയിലും ലെമൺ ജ്യൂസും ഉള്ള ഡ്രസ്സിങ് അത് ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് പതുക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്, ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അവക്കാഡോ വളരെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ സാവധാനം മിക്സ് ചെയ്യുക. അങ്ങനെ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് നമ്മുടെ സാലഡ്. വേവിച്ച കടല നമ്മുടെ അടുത്ത് റെഡി ആയിട്ടിരിപ്പുണ്ടെങ്കിൽ ഈ സാലഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വെറും 5 മിനിറ്റ് മതി. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇടയ്ക്കുള്ള സമയത്ത് വിശക്കുമ്പോൾ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സാലഡാണ്. പിന്നെ വെയിറ്റ് വാച്ചേഴ്സ്, ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് രാത്രി വേറെ ഒന്നും കഴിക്കേണ്ട, വേറെ അരി ചപ്പാത്തി ചോറൊന്നും കഴിക്കേണ്ടാത്തവർക്ക് ഈ സാലഡ് കഴിക്കാം. നല്ല ഫില്ലിങ്ങുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ സിമ്പിൾ സാലഡ്? എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഈ ചാനലിൻ്റെ ലിങ്കും റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.